ഹായ്, ഈ വീഡിയോയിൽ പറയുന്ന ടോപ്പിക് ACBS നിയോയിൽ ജേണൽ എൻട്രി എങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ളതാണ്. അക്കൗണ്ട്സ് മൊഡ്യൂളിൽ ട്രാൻസാക്ഷനിൽ ജേണൽ എൻട്രി എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ജേണൽ എൻട്രി സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു പാർട്ടിയുടെ എമൗണ്ട് ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊരു പാർട്ടിയിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ജേണൽ എൻട്രി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹെഡിങ് ജേണൽ എൻട്രി, ജേണൽ എന്നുള്ള ഹെഡിങ് ഉണ്ടാവും. ഇവിടെ മാസ്റ്റർ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട്, ഈ മാസ്റ്റർ അക്കൗണ്ട് ആണ് ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ്. ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ഡെബിറ്റ് ആണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ അതിനെ ഏത് അക്കൗണ്ടിലേക്കാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ABC പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ടെസ്റ്റ് കസ്റ്റമർ എന്നുള്ള ഈ പാർട്ടിയിലേക്കാണ് എമൗണ്ട് ചെയ്യുന്നത്. 10,000 എമൗണ്ട് കൊടുത്തു. ഇപ്പോൾ ഈ എൻട്രി സേവ് ആവുക. ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പാർട്ടിക്ക് ഈ ഒരു എമൗണ്ട്, പർട്ടിക്കുലർ എമൗണ്ട് ഡെബിറ്റ് ആവുകയും ടെസ്റ്റ് കസ്റ്റമർ എന്നുള്ള ഈ ഒരു പാർട്ടിക്ക് 10,000 എന്നുള്ള എമൗണ്ട് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക. ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ആഡ് ബട്ടൺ സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡേറ്റ്, റിമാർക്ക്, റെഫറൻസ് നമ്പർ എന്നിവ ആഡ് ചെയ്യാം. കമ്പൽസറി അല്ല. നരേഷൻ ഉണ്ട്, കമ്പൽസറി അല്ല. എമൗണ്ട് ലെഡ്ജർ നെയിം ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് കമ്പൽസറി ആണ്. ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. അതിനുശേഷം ആ പർട്ടിക്കുലർ പാർട്ടിയുടെ ലെഡ്ജറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ABC പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ആ പർട്ടിക്കുലർ എമൗണ്ട്, എത്രയാണോ എമൗണ്ട് കൊടുത്തത് ആ എമൗണ്ട് ഡെബിറ്റ് ആയിട്ടുണ്ട്. ഇനി ടെസ്റ്റ് കസ്റ്റമർ എന്നുള്ള സെക്കൻഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്ന് ഇവിടെ ABC പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് 10,000 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുന്നത്?